ശിഷ്യന്മാർ യേശു കർത്താവിനോട് പറയുകയാണ്, ഇത് മരുഭൂമിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഇവർക്ക് ആഹാരം കൊടുക്കുവാൻ നമുക്ക് മാർഗമില്ല. ഉടനെ യേശു കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അല്ലെങ്കിൽ അവർ പറഞ്ഞു, 5 അപ്പവും 2 മീനുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. കയ്യിലുള്ളവരെ യേശുവിൻ്റെ കയ്യിലേക്ക് അവർ ഏൽപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾക്കും അസാധ്യമായ എല്ലാ വിഷയങ്ങളെയും കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാട്ടെ. കർത്താവ് പറയാണ്, അതെൻ്റെ കയ്യിൽ തരുവിൻ. നമുക്ക് കാണാം, യേശു കർത്താവ് ആ അപ്പത്തെ എടുത്തുയർത്തി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്ന് മുഴുവൻ പുരുഷാരവും അത് തിന്നു തൃപ്തിയായി. ശേഷിച്ചത് അവർ ശേഖരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് അസാധ്യമായതിനെ അവർ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഇതാ ശേഷിപ്പ് വെളിപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ എൻ്റെയും നിങ്ങളുടെ ആവശ്യത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാം നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴാണ്.